പ്രിയപ്പെട്ടവർ, ഇപ്പോൾ സമയം രാത്രി 12:19 തിരൂരിലെ സമസ്തയുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം കഴിഞ്ഞ് ഞങ്ങൾ മുണ്ടക്കുളത്ത് താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഒരു കാഴ്ച കണ്ട് അത് ഈ സമയം തന്നെ നിങ്ങളെ കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മുടെ ശരീരത്തിലൊക്കെ അല്ലെങ്കിൽ മനസ്സിലൊക്കെ ഒരു സമസ്തയുടെ ഒരു ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമാണല്ലോ. അപ്പോഴാണ് വെട്ടുകാടെന്ന് പറയുന്ന പ്രദേശത്ത് കുറച്ച് പ്രവർത്തകർ ഒരു വലിയ ഫ്ലക്സ്, അതോടൊപ്പം തന്നെ കുറച്ച് കൊടികളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു 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 വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്താണ്, എത്ര കൊടിയാണ് വെക്കാൻ വിചാരിക്കുന്നത്? 100 കൊടിയുണ്ട്. ഇവിടെ ഒരു ഇസ്ലാം സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്, വെട്ടുകാട് ടൗൺ ഇസ്ലാം സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് നമ്മൾ 100 കൊടികളായിട്ട് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ മുന്നേ സ്ഥാപിച്ചതാണത്. ഒരു വർഷമായി. ഒരു വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് ഫ്ലക്സ് സ്ഥാപിച്ചത്. അപ്പോൾ എല്ലാവരും ഉണ്ട്, സജീവമായിട്ട് എല്ലാവരും ഉണ്ട്. ഇവിടെ 3 പഞ്ചായത്ത് സംഗമിക്കുന്ന ഭൂമിയാണ് ഇത്, വെട്ടുകാട് പറഞ്ഞത്. 3 ഏതൊക്കെ പഞ്ചായത്താണ്? ഇവിടെ ചീക്കോട് പഞ്ചായത്ത്, മുതുവല്ലൂർ പഞ്ചായത്ത്, പുളിക്കൽ പഞ്ചായത്ത്. പിന്നെ 2 മേഖലയുണ്ട്, എടവണ്ണപ്പാറ മേഖലയും പുളിക്കൽ മേഖലയും. അപ്പോൾ 2 മേഖല സംഗമിക്കുന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ അതിൻ്റെ കീഴിൽ ഞങ്ങളിവിടെ ഒരു ഇസ്ലാമിക് സെൻറ്റർ, വെട്ടുകാട് ടൗൺ ഇസ്ലാമിക് സെൻറ്റർ ഉണ്ട്. അൽഹംദുലില്ലാഹ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ ഒരു ബസ് സ്റ്റോപ്പ്, 100ാം വാർഷികത്തിൻ്റെതായിട്ട് ഒരു ബസ് സ്റ്റോപ്പ്, ഈ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ ആകെ 3 ബസ് സ്റ്റോപ്പുള്ളൂ. അതിലൊരു ബസ് സ്റ്റോപ്പ് നമ്മുടെ ബസ് സ്റ്റോപ്പാണ്. അതിവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ എടവണ്ണപ്പാറ ഭാഗത്തേക്ക് ബസ് വെയിറ്റ് ചെയ്യാൻ ഇവിടെ സ്ത്രീകൾക്ക്, അതേപോലെ തന്നെ അതൊക്കെ നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഒരു ഉപഹാരമായിട്ട് ഞങ്ങൾ നൽകിയതാണ്. നാളെ മലപ്പുറത്താണോ? ഇന്ന് തിരൂര് നിങ്ങളുടെ ഏരിയ അല്ലേ? നിങ്ങൾ മലപ്പുറത്താണ് ഉണ്ടാവുക? മലപ്പുറത്ത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ, തൊട്ട് ഇവിടെ തന്നെയാണ്, നമ്മുടെ മുണ്ടക്കുളത്ത് നിന്നാണ് തങ്ങൾ ഉസ്താദിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് അനുഗമിച്ചിട്ടുകൊണ്ട് ഞങ്ങൾ ഓരോ കൂടെ ഞങ്ങൾ പോകും, യാത്ര തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഇതാണ് കാഴ്ച. കാരണം രാവും പകലും ഒന്നും ഇല്ലാതെ സംസ്ഥയുടെ പ്രവർത്തകർ അതിൻ്റെ ആ സമ്മേളനത്തിൻ്റെ ആവേശം ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം, ഇവരോടൊരു സ്നേഹം തോന്നി. ഞങ്ങൾ രാത്രി ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു, 12:30 മണിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഏതായിരുന്നാലും നിങ്ങളെല്ലാവരും ഇതിൽ പണ്ഡിതന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാ ഇതിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിലുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ്. ഞാൻ മാഷാണ്. പിന്നത് മാഷാണ്. എല്ലാവരും മാഷ്മാരാണ്. അപ്പം എല്ലാവരും ഉണ്ട്. അപ്പം ഇതാണ് കാഴ്ച. ചെറുപ്പക്കാരൊക്കെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആവുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ വരാം.